അയ്യോ ഇന്ന് കാക്ക മലന്ന് തുറക്കുമല്ലോ. അല്ല എന്റെ മോൾ ആരും പറയാതെ നിർബന്ധിക്കാതെ വന്നിരുന്ന് പഠിക്കുന്നു കാര്യമായിട്ട്. അച്ഛനെ വല്ലാതെ തെറ്റിദ്ധരിച്ച്. എന്തോന്ന്? ഞാൻ പഠിക്കുമല്ല. പിന്നെ നീ എന്തോ നീನು? ഞാനേ ഇംഗ്ലീഷ് പാട്ട് കാണാൻ പഠിക്കും. ഇംഗ്ലീഷ് പാട്ട് പാടിയ അച്ഛൻ ഇതൊരു ഫേമസ് സോങ്ങാ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്റെ ക്ലാസ്സിലുള്ള എല്ലാ എണ്ണത്തിനും ഈ പാട്ടറിയാം, എനിക്ക് മാത്രം അറിയത്തില്ല. അത് മോശമല്ല അച്ഛാ. അപ്പൊ ഞാൻ വിചാരിച്ചത് അത് മൊത്തം കാണാതെ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നീ പഠിക്കല്ലായിരുന്നു? അത് കൊള്ളാം. നീ ഇംഗ്ലീഷ് പാട്ട് ക്ലാസ്സിലെല്ലാം പോയി പാടാൻ വേണ്ടിട്ടാ? പിന്നെന്ത് പാടിയ എന്ത് പ്രശ്നം? എന്ത് എന്തിനു മോളെ? എന്റെ അച്ഛാ എന്ത് നിസ്സാര കാര്യം എന്നാണ് വിചാരം? ഇംഗ്ലീഷ് പാട്ട് മലയാളം പാട്ടുകൾ പോലെയല്ല, അതിന് പ്രത്യേക തരം മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ മലയാളികൾ ഈ പാട്ടിന്റെ വാലും തുമ്പൊക്കെ കേട്ടിട്ട് 2-3 അക്ഷരമൊക്കെ അവിടെ ഇവിടെ കേട്ടിട്ട് ബേബി ഐ ആം ഡാൻസിങ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്ത് എന്തൊക്കെയോ പാടുവാണ്. അല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കി പാടുകയാണെന്നാണ് വിചാരം. എന്റെ മക്കളെ ഇപ്പോഴുണ്ടല്ലോ വിദേശ മലയാളികൾ വരെ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്, അറിയോ? അതിനിപ്പോ എന്ത്? അവരുണ്ടല്ലോ വീട്ടിൽ മലയാളമേ പറയാവുള്ളൂ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അച്ഛാ അവർക്ക് അങ്ങനെ പ്രതിജ്ഞയൊക്കെ എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം അവര് പുറത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്തോ ഇംഗ്ലീഷാണ്. അവർ സ്കൂളിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്, പുറത്ത് സംസാരിക്കുന്നു, കടയിലൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷാ. അപ്പൊ വീട്ടിലെങ്കിലും മലയാളം സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ അവർ മലയാളം മറന്നുപോകില്ലേ? അതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രതിജ്ഞ എടുക്കാം. നമ്മൾ എങ്ങനെയാണോ? നീ ഇപ്പൊ പറഞ്ഞത് ഇവിടെ ഇംഗ്ലീഷ് പാട്ട് പാടണോ? ഞങ്ങൾ ഇംഗ്ലീഷ് പാട്ട് പാടണമെന്നല്ല, പക്ഷെ നമ്മളും കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ശീലിക്കണ്ടേ? എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രാൻഡ് പാരന്റ്സ് വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. നമ്മൾ മാത്രം എന്തുവാ മൊത്തം മലയാളം. ഇംഗ്ലീഷും കൂടെ കുറച്ച് സംസാരിച്ചാലേ ആ ഒരു ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്റെ പൊന്നു മോളെ, മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണ്, മനസ്സിലായോ? പിന്നെ നീ പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാം. നമ്മുടെ മലയാളത്തിലുള്ള കളിർവലയോ താമരവലയോ ഈ പാട്ട് പാടുന്ന സുഖം ഈ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ ആ പാട്ടിന് കിട്ടുമോ? അല്ല കിട്ടുമോ? നീ പറ. രണ്ടിനും പ്രത്യേക തരം ഒരു സുഖമൊക്കെ കിട്ടും. അല്ല രണ്ടും ഇങ്ങനെ ഒരുപോലെ കിട്ടണം അങ്ങനെ ഒന്നൊന്നുമില്ല കേട്ടോ. ഹലോ, രാത്രി എടുത്തോണ്ട് ഇവിടെ ഇരുന്നാ മതിയാ? നീ പോയാ തുണിയൊക്കെ എടുത്തോണ്ട് നനച്ച്. എന്തോന്ന് തുണി എടുത്തോണ്ടൊന്ന് നനച്ചിടാൻ. ആരുടെ തുണി? നിന്റെ തുണി. എന്റെ തുണിയാ? അതൊരു പക്ഷാഭേദം പോലത്തെ ഒരു പക്ഷാഭേദം കാണിച്ചൂടെ? അല്ല അവളുടെ തുണിയൊക്കെ അമ്മ നനച്ചിട്ട് കൊടുക്കാറ്, പിന്നെ എന്റെ തുണി ഞാൻ നനയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത്? അവക്ക് അവളുടെ കൈ വയ്യാതിരിക്കുന്നോണ്ടാണ് ഞാൻ നനച്ചിട്ടത്. കൈ വയ്യാതിരിക്കുന്നേ? അവക്കെന്തോ കൈക്കെന്തോ പ്രശ്നം? എന്താ കൈ വയ്യാതി? ഡേ ഒന്നും അറിയാത്തല്ലേ പറയല്ലേ? വയ്യാത്ത അവളെ കൊണ്ട് നനപ്പിക്കണോ? എന്തോന്നമ്മ, ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണേ. എന്താ അമ്മ എന്താ പ്രശ്നം? കൈ വയ്യ. ഇവളെ വായിക്കൊരു കുഴപ്പമില്ലല്ലോ. വാ കൈ കൊണ്ടല്ല, വാ കൊണ്ടാണ് തിന്നണം ഏട്ടാ. നീ പോയി അമ്മ പറഞ്ഞ ജോലി ചെയ്തേ പോയേ. എന്തോന്നമ്മ? ഫുൾ ടൈം മൊബൈലും കുത്തിക്കൊണ്ട് എന്തോന്ന് ഇരിക്കുന്ന പാട്ട് അല്ലേ? പാട്ട് പാട്ട് ചെയ്തുകൊണ്ടിരുന്നാ മതി. അവൻ എന്റെ വീട്ടിലെ പണിയൊന്നും ചെയ്യാൻ സമയമില്ല അവർക്ക്. അമ്മ ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കണമ്മ. എന്തോന്നാണ് അത്യാവശ്യമുള്ള കാര്യം? ഇത് പഠിച്ചോണ്ടിരിക്കുകയാണ് ഈ പാട്ട്. എല്ലാവർക്കും പഠിച്ചിട്ട് മക്കൾക്ക് നാളെ ഇത് വെച്ചിട്ട് IAS പരീക്ഷ ജയിക്കാനുള്ളതല്ലേ. ഇപ്പൊ എടുക്കടി, പോയി തുണി എടുക്കും. എത്തോണ്ടാ പൊടി ചെല്ല്. തുണി ഞാൻ കഴിവിടാം, ബാക്കി പണിയൊക്കെ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കണം. തുണി കഴിക്കാനോ? ഉമ്മ കോക്കമ്മ കൈ വയ്യാതെ ഇവക്ക് കണ്ണി ചോറ്. എനിക്ക് അറിയോടി, നീ ഇവിടെ വെറുതെ കള്ളത്തരം കാണിക്കോടി. നിന്റെ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നീ പണി എടുക്കാതെ നീ മനപ്പുറം കാണിക്കണല്ലോ. കൈക്കൊരു കുന്തവും ഇല്ല. എനിക്കറിയാം അമ്മ. എന്തോ തുണി കഴുകിട്ട് വന്നിട്ട് പാത്രം കഴുകണം കേട്ടോ. അവിടെ ബാക്കിയുണ്ട് കൊറേ പാത്രം എടുക്കണം. എന്റെ അമ്മ, ഞാൻ തുണി കഴുകി തീർന്നില്ലല്ലോ. അതിന് മുമ്പ് പാത്രം കഴുകാനാ? ഇതൊന്നും തിരുമ്പ പണിയായിരുന്നു. കുപ്പി തന്നെ ഭൂതോ? ഞാൻ കുപ്പി തന്നെ ഭൂതമല്ല, ഞാൻ പറയണില്ല. മര്യാദയ്ക്ക് വന്ന് ആദ്യം കഴുകിടും, അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകണം. അവിടെ തന്നെ വെച്ചേക്കും. നിനക്ക് വേണ്ടി തന്നെ ആ പാത്രങ്ങൾ കാത്തിരിക്കും. അമ്മ ഞാൻ ഇവിടുത്തെ വേലക്കാരി ഒന്നല്ല കേട്ടാ. അവനവന്റെ വീട്ടിൽ പണി ചെയ്യണത് വേലക്കാരിയാ. സ്വന്തം ഉടുക്കുന്ന വസ്ത്രം കഴുകണതും അവനവൻ തിന്ന പാത്രം കഴുകണമൊക്കെ വേലക്കാരിയുടെ പണിയാണോ? അവനവന്റെ കുടുംബത്തിലെ പണി ലോഡ് മാത്രം ഉണ്ട് അമ്മ അവിടെ. ഞാൻ കണ്ടു ഒരു ലോഡ് മാത്രം ഉണ്ട്. ഇതൊക്കെ അല്ലെങ്കിൽ ആര് കഴുകണേ? അമ്മ അമ്മയില് കഴുകണ വല്ലപ്പോഴല്ലേ സഹായിച്ചോണ്ടി. നീ പോയി സഹായിക്കാറില്ല. അമ്മ ഇവളെ കൈക്ക് കുഴപ്പമില്ല, നോക്കമ്മ. മര്യാദക്ക് ചെയ്യണോ ഇല്ലയോ? ചെയ്യാ. ചെയ്തില്ലെങ്കിൽ നോക്കിയാ ഞാൻ 10 മിനിറ്റ് സമയം തരാം. ഞാൻ മുന്നേ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ അടിയാണ് ഇനി. എടി നീ ഇനി എന്ത് പറഞ്ഞാലും എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കാൻ പോണില്ല. എന്റെ കൈക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ ഇങ്ങനെ കെട്ടിവെച്ചുള്ള പ്രയോജനം എന്തെന്നറിയോ? ഇതുവരെ കിട്ടാത്ത സ്നേഹവും പരിചരണവും ഒക്കെ എനിക്ക് കിട്ടും കേട്ടാ. നീ ചെയ് ജോലി. അങ്ങനെങ്കിൽ ഈ നെയ്യോ നാനങ്ങട്ട പോയാ
അമ്മേ ഇതൊക്കെ എങ്ങനെയാണോന്ന് തോന്നുന്നു. ദൈവമേ, അവളുടെ കൈവേദന ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പഴയെടുത്ത് മരിക്കേണ്ടി വരില്ലായിരുന്നു. ദുഷ്ടം, പൂർവ്വം എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം. മക്കളെ, മോളെ, പിന്നെ അച്ഛൻ ഇന്നലെ ഇട്ട ഷർട്ടാണ്, ഇതൊന്നും നനച്ചിട്ട് എങ്ങനെ കേട്ടാ. ഇത് കാര്യമായിട്ട് അലക്കൊന്നും വേണ്ട. മോള് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് വെള്ളമിട്ട് പിന്നെ ഇതൊന്നും പതച്ചിട്ട് കുത്തിപ്പിഴിഞ്ഞിട്ട് പിന്നെ ഈ കോളറിന്റെ ഇവിടെ നന്നായിട്ട് ബ്രഷ് ചെയ്യണം കേട്ടാ. കുറച്ച് അഴുക്ക് കണ്ട ബ്രഷ്. പിന്നെ അത് കഴിഞ്ഞിട്ടേ കഞ്ഞിപ്പശയും കൂടെ നമുക്ക് നന്നായിട്ട് നടക്കണ്ട മോളെ. അലക്കണ്ട, കുത്തിപ്പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി. ശരി, ഞാനിപ്പൊ കഴുകിയുള്ളായിരുന്നു ഒരു ലോഡ് തുണി. ഇവിടെ അച്ഛന്റെ പൊന്നു മോളല്ലേ. ഓക്കെ, ശരി മോളെ. എല്ലാരും കൂടെ അറിഞ്ഞെനിക്ക് പണി വരുവാണല്ലോ പോവാനേ. പിങ്കി, എന്റെ ഈ നിക്കറും കൂടി ഒന്ന് കഴുകോ. എന്താണ് ഈ നിക്കറും കൂടി ഒന്ന് കഴുകാൻ? പിന്നെ നിന്റെ നിക്കറുകളിൽ എന്റെ പരിപാടി കഴുകടി. ഒന്ന് പോയടി കഴുക. എന്തായാലും നീ എല്ലാം കഴുകല്ലേ, ഇതും കൂടി അങ്ങ് കഴുകു. ഞാൻ ഇതൊക്കെ കഴുകി വെച്ചിരുന്ന തുണിയാണ്. ഇതൊന്നും കഴിവാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ നീ മുക്കിടുപ്പോ. ഒരു വയ്യാത്ത കൊച്ചിൻ്റെ കൂടെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? തലക്കല്ലേ അസുഖമുള്ളൂ, ഒരു കൈക്കൊരു കുഴപ്പമില്ലല്ലോ. കഴുകടി. നിന്റെ കൈക്കൊരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് അമ്മയ്ക്ക് അച്ഛനും അറിയില്ലല്ലോ, നിനക്ക് മാത്രല്ലേ അറിയാവൂ. മക്കളെ, അയ്യോ, ഞാൻ ഈ തുണി എല്ലാം നിനക്ക് ഞാൻ കഴുകി തന്നേനെ. എന്റെ കൈ വയ്യാത്തോണ്ടല്ലേ പിങ്കി പറയണേ. എന്തോ പ്രശ്നം? പ്രശ്നം എന്തോന്നു? അമ്മ ഇത് കഴുകി തരൂലെന്ന് പറയണു. കൊച്ചിന് കൈ കൈ സോറി വയ്യാഞ്ഞിട്ടല്ലേ അവളുടെ പാവം കൊച്ചനമ്മടെ. കൊച്ചാ ഇവളോ? അമ്മ ഞാനാണമ്മ ഈ വീട്ടിലെ കൊച്ച്. കൊച്ചെന്ന് പറഞ്ഞ ഇത്രയും നാള് എല്ലാം തലക്കേറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. പോത്ത പോലെ വളർന്നു, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഇല്ലാത്തൊരു പെണ്ണ്. ചെയ്ത് തരുന്നുണ്ടോ ഇല്ലയോ? മക്കള് വാ, കൊടുത്തോ മര്യാദ കഴിയിട വൃത്തിയായിട്ട്. അമ്മ തൈലം ഇട്ടേരാം. വാ വാ. ദൈവമേ, ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടുത്തെ പണി മൊത്തം ഞാൻ എടുക്കേണ്ടി വരുമല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അവളെ പോലെ എനിക്കും കൈ വയ്യാന്നങ്ങനെ പറഞ്ഞു. വേണ്ട, അതെന്തായാലും വില പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവൾക്ക് കൈ വയ്യല്ലോ. ഞാനും കൂടെ കൈ വയ്യാന്ന് പറഞ്ഞാൽ അവരെന്തായാലും കണ്ടുപിടിക്കും എൻ്റെ കള്ളത്തരം. പിന്നെന്ത് ചെയ്യും? പനി വരുന്ന പോലെ അഭിനയിച്ചാലോ? അല്ല, വിറയിലെ പനി എങ്ങനെ? അത് വെക്കൂല. തൊട്ട് നോക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ നമ്മൾ പാളിപ്പോ. അതും പറ്റൂല. പിന്നെ എന്ത് ചെയ്യും? എന്തോ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നോക്കാതിരിക്കുമല്ലോ. നോക്കി കഴിയുമ്പോൾ ഞാൻ അവിടെ തലയിറങ്ങി വീഴുന്നു. അങ്ങനെ അവരെന്നെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ എന്നെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കുന്നില്ല. അത് ചെയ്യാം. അയ്യോ, അയ്യോ, ഇങ്ങനെ വേണ്ടായിരുന്നു. അവരില്ലേ? അമ്മ, അയ്യോ അമ്മ, അമ്മ, അമ്മ. ഇതെന്താ ആരും വരാത്ത? എവിടെ തൊലഞ്ഞ് കിടക്കണോ പോവാന്? ആരെങ്കിലും ഓടി പറഞ്ഞേ. പിങ്കി മോള് തലറങ്ങി വീണേ. ആരെങ്കിലും ഓടി പറഞ്ഞേ. ആരെങ്കിലും വരണേ. എന്താരും വരാത്ത? അയ്യോ, ഇതെന്താ ഇവിടെ ഉറുമ്പോ? കടിച്ചിട്ട് വയ്യ. ചേച്ചി, റിങ്കി പിങ്കി തലറങ്ങി വീണടി. ഒറ്റ മനുഷ്യര് തിരിഞ്ഞു നോക്കില്ല. മനുഷ്യൻ വെറുതെ ഉറുമ്പ് കാടി കൊണ്ടത് മിച്ചം. അയ്യോ, ഒറിജിനലി നടുവേന വന്ന് നടുവേനാണെന്ന് പറഞ്ഞാലോ ശരിയാവും തോന്നില്ല. എന്നെ ഇവിടെ ഒറ്റ മനുഷ്യർക്ക് വിലയില്ലല്ലോ.
ഈ ഒരു വിധി ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ ഈശ്വര. പിന്നെ വിധിക്കാം. അലക്കണ്ട പോലും അലക്കണ്ട. അമ്മ അയ്യോ അമ്മേ നടുപോയി. അയ്യോ അമ്മേ എത്രമാത്രം പാടുണ്ടായിരുന്നു. എന്ത് മോളെ? അയ്യ അച്ഛാ. വയ്യേ? എന്ത് പറ്റി? പനിയൊന്നും ഇല്ലല്ലോ? പനിയില്ല, പക്ഷെ എന്തോ ഭയങ്കര വയ്യായി പോലെ. വയ്യായി? എന്ത് പറ്റി? തലവേന ഉണ്ടോ? കണ്ണിലെന്തോ ഇരുട്ട് കയറുന്ന പോലെ അച്ഛാ. കണ്ണിൽ ഇരുട്ട് കയറണോ? അതെ, നീ അനങ്ങാതിരുന്നിട്ട് പണി ചെയ്തില്ലേ, അതിന്റെ ആയിരിക്കും ചിലപ്പം. കുഴപ്പമില്ല മോളെ, കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മതി. മണി ആ അലക്കി കഴിഞ്ഞ എത്ര പെട്ടെന്ന്? ഇല്ല അമ്മ, അലക്കി കഴിഞ്ഞില്ല. പിന്നെ അലക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു വയ്യായി, ശ്വാസമൊക്കെ മുട്ടണ. എനിക്ക് കണ്ണൊന്നും കണ്ടോടെ ഇരുട്ടൊക്കെ കേറിയിട്ട് എന്തോ പോലെ തല ഇറങ്ങണം. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നു. അയ്യോ, വയറുവേദന ഉണ്ടാ? വയറുവേദന ഇല്ല. അയ്യോ ആ ഇവിടെ ഒരു കൊളുത്തിപ്പിടി ഇപ്പൊ ഉണ്ട് വയറുവേദന. വയറുവേദന ഉണ്ടല്ലേ? ഈ അടവൊക്കെ അമ്മ എത്ര കണ്ടതാ. മക്കള് മര്യാദക്ക് ചെന്ന് അലക്കിട്ട് ബാക്കി പാത്രം കഴുകാൻ അങ്ങോട്ട് പോവണേ. അമ്മ അടവല്ലമ്മ. പിന്നെ എന്തോന്നിത്? ശരിക്കും വയ്യാത്തുണ്ടോ അമ്മ? വയ്യ. എന്നിട്ട് പോയി തുണി കഴുകടി. ചെല്ല്. അമ്മ വയ്യാത്തോണ്ടോ? എല്ലാം മനസ്സിലായി. നിന്റെ നമ്പറൊക്കെ എത്ര കണ്ടതാ. നീ ഏതറ്റം വരെ കരയുന്നു, എങ്ങ അറ്റം വരെ പോകുന്നുള്ള കാര്യം എനിക്കറിയാം. അവളെ എന്നെയാണ് പഠിപ്പിക്കാൻ പറഞ്ഞ. ഓ ഭയങ്കര വയ്യായിക ആനക്കള്ളി. ഇത് പറ്റില്ല. സൂക്ഷിച്ചു പോണേ. ആണെങ്കിൽ പൊടിയോടും. മണി, ഞാൻ ആദ്യം വിചാരിച്ച് വയ്യായികയായിരിക്കുന്നു, ഇപ്പോഴാണ് മനസ്സിലായി അടവാണെന്ന്. അടവോ? അവളെ പ്രായത്തിലേ ഇതിലും വലിയ നമ്പറൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മാണിക്കുട്ടി ആരാ മോള്? അല്ല പിന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ ഇത് പാളത്തില്ലായിരുന്നു. എന്തോ ചെയ്യാനാ, എന്റെ വീതി. എന്ത് ഐഡിയ പ്രയോഗിച്ചാ ഇവിടെ വർക്കൗട്ട് ആവും ഈശ്വര? ഒന്നും കൂടെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തേലും ഒരു ഐഡിയ ഉണ്ട്, അതെന്തായാലും വർക്കാവുന്നിരിക്കില്ല. മൂട്ടുവിടുമെങ്കിൽ പിന്നെ ഞാൻ കടത്തി വിട്ടുകൂടി. അവളൊരു ഓഞ്ഞായിരുന്നു. അവൾ ഐഡിയ കാട്ടി എന്തുകൊണ്ടും എൻ്റെ ഐഡിയ ആയിരിക്കും സൂപ്പർ. തുണിയൊക്കെ കഴുകി ഇട്ടേക്കെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പാളിപ്പോകും. അവർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല എന്നെ. ഓക്കെ, ഇത്രയും മതി വൃത്തി, ഇതൊക്കെ മതി. അപ്പം അതൊന്നും എന്നും കഴുകിയിട്ടാണ് അവൾ തുണി ഇടുന്നത്. പിങ്കി, പിങ്കി, ഓഹോ ഇവിടെ സൂചിച്ചേറി കിടക്കുകയാണല്ലേ. ഇതേടി ഈ ചൂടത്ത് നിനക്ക് എങ്ങനെയാണ് ഇവിടെ കിടന്ന് വിറയ്ക്കാൻ പറ്റുന്നേ? എനിക്ക് തണുത്തിട്ട് വിറയ്ക്കണേച്ചി. തണുക്കണോ? ഓ, അടുത്ത നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ ഒരു നമ്പർ എന്റെ വില പോലെ. എനിക്കറിയാം അവിടെ നിന്ന് നമ്പർ അല്ലേ ചേച്ചി? പിന്നെ നമ്പറല്ല, എനിക്ക് എന്റെ നടുവിൽ എന്തോ ഇന്നലെ വെട്ടണ പോലെ എന്തോ ഒരു വേദന വന്നേ. പിന്നെ എനിക്ക് ഉപ്പൂറ്റ പോലെ ഉച്ച നിലവരെയാ അനക്കാൻ പറ്റുള്ള ഇറക്കുകയും ചെയ്യണ. പോടി കളി. എടി സത്യം, എനിക്ക് വയ്യ, ഒട്ടും വയ്യ ചേച്ചി, കൈ പൊക്കാൻ പറ്റില്ല. എന്ത് പറ്റിയ? കൈ പൊക്കാനില്ല. അമ്മ, അച്ഛാ, ഒന്ന് ഓടി വരുമോ? പിങ്കിക്ക് വയ്യ. മണി പെട്ടെന്ന്. മക്കളെ എന്ത് എന്ത് വിറയ്ക്കുന്നു. എന്ത് മോളെ? എന്ത് മക്കളെ? എന്ത് പിങ്കി? മണി എടി എന്തടി? പിടിച്ച അവളെ പൊക്കിക്കേ. മണി പറ്റിക്കാൻ പറഞ്ഞല്ലേ? ഇല്ല ഇല്ല പൊങ്ങുന്നില്ല.
പിടിച്ചേ മോളെ. തല. പിങ്കി. മണി ഞാനേ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടൊന്നല്ലോ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പെട്ടെന്ന്. മോളെ എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല അമ്മ. എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ നേരത്തെ എനിക്ക് ചെറുതായിട്ടൊരു വേദന വന്നേ. അങ്ങനെ ഞാൻ കടന്ന എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റിട്ടില്ല. അച്ഛാ ഒന്ന് പെട്ടെന്ന് വിളിക്കോ. ഉള്ളിനകമൊക്കെ വിറയ്ക്കണമ്മ. പേടിക്കണ്ടേട്ടാ, ഡോക്ടർ വരുവേ. പനി ഉണ്ടോ നോക്കിയേ. പനിയൊന്നുമില്ല. ഒട്ടും വയ്യ. എനിക്ക് എന്തുവാണോ അമ്മ. ഒന്നുമില്ല. നീ കണ്ണടച്ച് കിടന്നു. എനിക്ക് പേടിയാണ്. നേരത്തെ എനിക്ക് വയ്യാന്ന് പറഞ്ഞ ഞാൻ നിങ്ങളടുത്ത് വന്നേല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വരുമായിരുന്നോ? ഇറങ്ങിറങ്ങ്. ആരെയും കാണുന്നില്ലല്ലോ. മോളകത്തുണ്ട്. മണി ഡോക്ടർ ഉണ്ട്. മണി നോക്കണം. മോളെ എന്തായി ഡോക്ടറെ? ഒരു മിനിറ്റ് നോക്കി. പ്രശ്നമാണ്. അയ്യോ ആണോ? എന്ത് പറ്റി ഡോക്ടറെ? എന്ത് ചെയ്യാം? 1000 പേരിൽ ഒരാൾക്ക് വരുന്നൊരു പ്രത്യേക സ്ട്രോക്കാണ്. എന്ത് ചെയ്യണം ഇനി ചികിത്സയൊക്കെ? പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ? സംഭവം എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. നമുക്കതിപ്പോ ഇമീഡിയറ്റ് ആയിട്ട് എടുക്കണം. അത് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ. അത് മാത്രമേ ഉള്ളൂ ഒരു വഴി. ഓപ്പറേഷനോ? ഓപ്പറേഷനോ? അല്ല വേണം വേണം വേണം. എവിടെ? എവിടത്തെ ഓപ്പറേഷൻ? തലയൊക്കെ നമുക്ക് എന്തായാലും വെട്ടി കീറേണ്ടി വരും കേട്ടോ. അത് പ്രശ്നമാ. ഇഞ്ചക്ഷൻ എവിടെയാ? കയ്യിലല്ലേ? ഉണ്ട്. ബട്ടക്സിൽ. നിങ്ങളൊന്ന് പിടിച്ചേ. അയ്യോ പിടിക്കാം. നോക്ക് മണി. ദൈവമേ, തനക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് കേട്ടോ. കൈ അനങ്ങുന്നുണ്ട്. മെഡിക്കൽ മിറാക്കിൾ. കൈ അനങ്ങിയ? അല്ല കൈ അനങ്ങുന്ന മോളെ കൈ മാത്രമല്ലേ അനങ്ങിയുള്ളൂ, ശരീരം മൊത്തം തളർന്നു കിടക്കല്ലേ. ഇഞ്ചക്ഷൻ എടുക്കാം. അല്ല സാറേ, അത് സംഭവം കൈ അനങ്ങുന്ന നല്ലൊരു ലക്ഷണമാണ്. അതെ. ഇഞ്ചക്ഷൻ എടുത്താൽ ബാക്കിയും കൂടെ ഞാൻ അനങ്ങിക്കോളൂ. അയ്യോ പറ്റുള്ളൂ. ഒരു കൈ തരുവാണെങ്കിൽ കാലെടുത്ത് പുറത്തോട്ട് താഴോട്ട് പോയി. കുഴപ്പമില്ല, എടുത്തു പോയി. അപ്പൊ ശരിയായി. അയ്യോ താങ്ക് യു ഡോക്ടർ. നന്ദി വർഷമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ വാ അടുക്കളയിലോട്ട് പോവാം. പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വാ. അഭിനയായിരുന്നല്ലേ? കണ്ണാടി കൊടു. ഇതുപോലുള്ള എത്ര എണ്ണത്തിന് ഡെയിലി കാണുന്നതെന്ന് അറിയാമോ? ചില ബിരുദന്മാരുണ്ടല്ലോ അവസാനം വരെ പിടിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം എടുത്തിടുമ്പോ തീർന്നു, അവിടെ തീർന്നു. ശ്രമിച്ചായിരുന്നു പിടിച്ചു. ശരി. അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റിയത് ഇതേ അവളുടെ കൈ ഒന്നും മടങ്ങിയതാ. ഒന്ന് നോക്കണം. മുളങ്ങുന്നേ. അത് ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്നപ്പോഴേ കൈ കുത്തി വീണതാ. എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഈ സ്റ്റെപ്പിന്ന് വീണെന്നല്ലേ പറഞ്ഞേ? അതെ കൈ രണ്ടുവട്ടം വീണ്. 2 വട്ടം ഓ ഈ വിരലൊക്കെ അനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാ. ശരി. സംഭവം പ്രശ്നമാണ് ഇതും. അയ്യോ ഇത് നമുക്ക് ഇത് ഒരു സർജറി വേണ്ടി വരും കേട്ടോ. സർജറിയോ? അതെന്താ? നമുക്ക് സംഭവം പൊട്ടല് കാണാൻ ചാൻസ് ഉണ്ട്. കൈ കീറി കമ്പി ഇടേണ്ടി വരും.
വരും 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 കാരണം കൈ അനക്കാൻ പറ്റത്തില്ല. ഇഞ്ചക്ഷൻ ഇല്ലേ? ഇഞ്ചക്ഷൻ ഇല്ലേ? അല്ല ഇഞ്ചക്ഷൻ അപ്പൊ ഇതും അനങ്ങി, ഇതും അനങ്ങി. ഡോക്ടറിന്റെ ഒരു കൈപ്പണി ഞാൻ സമ്മതിച്ചത് കേട്ടോ. ചെയ്യാറാന്ന് പറയും. എന്നാ പിന്നെ രണ്ടുപേർക്ക് ചേർന്നുള്ള പാത്രം ഇരിപ്പുണ്ട്, പോരെ 2 എണ്ണം വന്ന് കഴിക്കാം. അതെ, വാ ഇങ്ങ് വാ. ഒരുമിച്ച് കഴുകാൻ പാത്രം.